ഇന്ന് നേഷൻ ഫസ്റ്റിൽ അതിഥിയായിട്ടുള്ളത് ഇടത് സഹയാത്രികനായിട്ടുള്ള ജലീൽ പുനലൂരാണ്. നമസ്കാരം സർ. നമസ്കാരം. CPM-നെ വെട്ടിലാക്കിക്കൊണ്ട് വീണ്ടും മണി, അതായത് മണി സഖാവിന്റെ വീണ്ടും ഒരു വിവാദ പ്രസ്താവന വന്നിരിക്കുകയാണ്. പാർട്ടിയിൽ നിന്നും വിട്ടുപോയി BJP-യിൽ ചേർന്ന മുൻ ദേവികുളം MLA S രാജേന്ദ്രനെതിരെ ഇത്തരത്തിലൊരു കൊലവിളി നടത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മണി സഖാവ്. ഈ ഒരു ഇപ്പം ഇതിനു മുൻപ് ഒരു പ്രസ്താവന നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു. അതിനുശേഷം പലതവണ ശാസിക്കുകയും പലതവണ വിളിച്ചുപദേശിക്കുകയും ചെയ്ത് കുറച്ചു നാളും മിണ്ടാതിരുന്ന സഖാവ് വീണ്ടും തന്റെ സ്വതസിദ്ധമായ ഭാഷയിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട്? ഇല്ല, അത്തരത്തിൽ നമ്മൾ അതിനെ കാണേണ്ടതില്ല. കാരണം മണി സഖാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നാടൻ മനുഷ്യനാണ്. 16 കിലോമീറ്ററിലധികം തലച്ചുമടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി ഹൈറേഞ്ചുകളിൽ കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബാല്യകാലവും യൗവനവും ഒക്കെ ഒരുപാട് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നാടൻ മനുഷ്യൻ എന്നുള്ള നിലയിൽ ചില ഭാഷാപ്രയോഗങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകും. അതൊക്കെ നിർദോഷകരമായ പ്രസ്താവനകളാണെന്ന് തിരിച്ചറിയുന്നവരാണ് ഇന്നാട്ടിലെ പ്രബുദ്ധരായ ജനവിഭാഗം. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം, അതൊരു പ്രസംഗമാണ്. അദ്ദേഹം ഒരു അഭിമുഖമോ ഒരു ഇന്റർവ്യൂ കൊടുത്തതല്ല. ആ പ്രസംഗത്തിൽ സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് പാർട്ടി വലുതാക്കി പാർട്ടി സ്ഥാനമാനങ്ങൾ തന്ന് നാളെ ഈ പാർട്ടിക്കെതിരായിട്ട് ഞാൻ നീങ്ങിയാലും നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലണമെന്ന് അദ്ദേഹം പറയുന്നത്, അത് ആ ഒരു ഭാഷാർത്ഥത്തിൽ നമ്മൾ നോക്കി കണ്ടാൽ അത് ഒരു പ്രസംഗത്തിന്റെ ഒരു ചേരുവ മാത്രമേ എനിക്കതിനെ കാണാൻ സാധിക്കൂ. അല്ല, കൃത്യമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടിയെ വെല്ലുവിളിക്കുന്ന രാജേന്ദ്രനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്കറിയാം. തന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് തീർത്തു കളയണം എന്നാണ്. ആ ഒരു വാക്കാണ് ഏറ്റവും കൂടുതലുള്ള പ്രശ്നമായിട്ടുള്ളത്. തീർത്തു കളയണം എന്ന് പറയുമ്പോൾ ഇല്ലാതെയാക്കി കളയണം, അല്ലെങ്കിൽ കൊന്നു തള്ളണം എന്നുള്ള നിലയിലേക്കൊക്കെ മീനിങ് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരത്തിലൊരു പൊതുപരിപാടിയിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതിന് ന്യായീകരിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ജന്മിബൂർഷകൾക്കെതിരായിട്ട്, അതല്ലെങ്കിൽ മാടമ്പികൾക്കെതിരായിട്ട്, അവരുടെ കൊടിയ പീഡനങ്ങൾക്കെതിരായിട്ട് സാധാരണ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിരോധത്തിന്റെ മതിൽ തീർത്ത ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും രാഷ്ട്രീയപരമായി ഭിന്നാഭിപ്രായം പ്രകടിപ്പിക്കുന്നവരെയോ പാർട്ടി വിട്ടുപോകുന്നവരെയോ ശാരീരികമായി ആക്രമിക്കുക എന്നുള്ളത് ഒരു CPM നയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു നയവുമില്ല. എന്ന് മാത്രമല്ല, പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ആ നിലയിലൊന്നും വന്നിട്ടില്ല. ആ മുൻകാലങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ചേരിപ്പോരുകളുടെയോ വ്യക്തിവൈരാഗ്യങ്ങളുടെയോ പേരിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയപ്പെടുന്നില്ല. പക്ഷെ അതൊരു പാർട്ടിയുടെ പൊതു നയമോ സമീപനമോ ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അല്ല, കണ്ണൂർ പോലെ ഒരു ജില്ലയെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു ജില്ലയാണ്. അതിനപ്പുറത്തേക്ക് അവിടെ കൂടുതലും ഇത്തരത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു 20 ഇടങ്ങളിൽ അല്ലെങ്കിൽ 15 ഇടങ്ങളിൽ എതിരില്ലാതെ വിജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് മത്സരിക്കാൻ തയ്യാറായി വരുന്നവർക്കെതിരെ ഒരു ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം കണ്ണൂരിലുണ്ട് എന്നൊരു അപഖ്യാതി പൊതുവെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അതിനെ അർത്ഥവത്താക്കുന്ന രീതിയിൽ തന്നെയല്ലേ മണി സഖാവിന്റെ ഒരു പ്രസ്താവനയും വന്നിരിക്കുന്നത്. ഇതിനെ നാടൻ ഭാഷ പ്രയോഗമെന്നോ നാക്കുപിഴയെന്നോ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ലല്ലോ. അല്ല, അത് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയും ഇടതുപക്ഷത്തിനെതിരായും വളരെ കാലം മുമ്പ് തന്നെ കണ്ണൂർ കേന്ദ്രീകരിച്ച് ചിലർ ഉയർത്തിക്കാട്ടിയിട്ടുള്ള ഒരു കുപ്രചരണമാണ്. അത് ഒരു വലിയ വിഭാഗം ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാർട്ടി കോട്ടകൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. വർത്തമാന കാലത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രത്തോളം മീഡിയ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്ന കേരളത്തെ പോലെ പ്രബുദ്ധരായ സാക്ഷര സമ്പന്നമായ ഒരു ജനങ്ങൾക്ക് മുമ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ അനുവദിക്കുന്നില്ല, പ്രചരണം നടത്താൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വന്തം കഴിവുകേടിനെ ന്യായീകരിക്കാനുള്ള എതിർപക്ഷത്തിന്റെ ഒരു തന്ത്രമായിട്ട് മാത്രമല്ലേ അതിനെ കാണാൻ നമുക്ക് കഴിയൂ. കണ്ണൂരിൽ എത്രയോ സ്ഥലത്ത് കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത ശത്രുവായ സുധാകരനാണ്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ എത്രയോ സീറ്റുകളിൽ അവിടെ UDF ജയിച്ചു വരുന്നുണ്ട്. അവിടെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ചില കേന്ദ്രങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് കടന്നു കയറാൻ ഇന്നും പ്രയാസമുണ്ട്. ഒരുപക്ഷെ താങ്കൾക്കറിയില്ല, കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ 987 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിക്കൊണ്ടിരുന്ന 5ഓളം പാർട്ടി സഖാക്കളെ തീ വെച്ച് ചുട്ടുകൊന്ന UDF ആണ് അവിടെ ഈ നാട്ടിലുള്ളത്. പക്ഷെ അതൊന്നും ഈ നാട്ടിലെ ആളുകൾ മറന്നുപോകുന്നു എന്നുള്ളത് സഹതാർഭമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഈ പറയുന്ന കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ നൽകിയ പെൻഷൻ വാങ്ങി ഷാപ്പാട് അടിച്ചിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതെ നന്ദികേട് കാണിച്ചു എന്നൊരു പ്രസ്താവന മണിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് വലിയ ഗുരുതരമായ ഒരു ആരോപണം തന്നെയായിരുന്നു. കാരണം
പെൻഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോരുത്തരുടെയും പെൻഷൻ വാങ്ങിക്കുന്ന ഓരോരുത്തരുടെ അവകാശമാണ്. അതൊരിക്കലും സർക്കാരിന്റെ ഔദാര്യമല്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും അത് വാങ്ങുന്ന ആളുകളുടെ മാനസികമായ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹം കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഇത്തരത്തിലൊരു പ്രസ്താവന, ഇതൊരു തുടർക്കഥയാകുമ്പോൾ അദ്ദേഹത്തെ പാർട്ടി ഇങ്ങനെ വെച്ച് പൊറപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ അഴിച്ചു വിട്ടിരിക്കുന്നതിൽ എന്താണ് കാര്യമുള്ളത്? ഇത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുക അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശമാണ്. അവിടുത്തെ ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുഖവും അദ്ദേഹത്തിന്റെ മനസ്സും ഒന്ന് തന്നെയാണെന്നാണ് അവിടുത്തെ UDF പ്രവർത്തകർ പോലും പറയുന്നത്. കാരണം ഒരു കൊച്ചു കുടുംബത്തിൽ 3-4 പെൺമക്കൾ. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇടക്ക് കയറിയിൽ ക്ഷമിക്കണം, സാർ ഇപ്പൊ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ മുഖവും ഒരുപോലെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്നതാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതായിരിക്കില്ലേ? അല്ല, അതൊന്നും നിലപാടുകളല്ല. അതൊരു ഗ്രാമീണ ഭാഷ പലരും ഉപയോഗിക്കുന്നു. ഈ പ്രായത്തിലൊന്നും അദ്ദേഹത്തെ ആ രീതിയിൽ നമുക്ക് ഭാഷാർത്ഥങ്ങൾ പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല. അദ്ദേഹം ഒരുപാട് പ്രായാധിക്യമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഗ്രാമീണ മനുഷ്യനാണ്. പശുക്കളെ പോറ്റി വളർത്തി ജീവിക്കുന്ന സാധാരണ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു അഴിമതിക്കാരനായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് പോകുന്നതായിട്ട് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് എന്തെങ്കിലും മാഫിയ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഏതെങ്കിലും ഒരു ജാതിമത സംവിധാനങ്ങളുടെയോ തീവ്രവാദ ആശയങ്ങളുടെയോ പിന്നാലെ അദ്ദേഹം പോയിട്ടുള്ളതായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഒരു നാടൻ മനുഷ്യൻ, സഖാക്കൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ അധ്വാനം കൊണ്ട് വളർന്നു വന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലിയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഘടിപ്പിക്കില്ല. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ. എന്തെല്ലാം എതിർപ്പ് അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ജയിലിൽ അടച്ചിട്ടുണ്ട് കൊലപാതക കേസിൽ. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് ആ ഒരു ഉടുമ്പൻചോല പീരുമേട് ഭാഗങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നത്. അത് തന്നെ അദ്ദേഹത്തെ ആ നാട്ടിലെ ജനങ്ങൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു, തിരിച്ചറിയുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ്. അതെ, പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഒരു ഇടുക്കിയിലെ അങ്ങ് അറ്റം കിടക്കുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം കേരളത്തിൽ, രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഓരോ പ്രസ്താവനയും ഇത്രത്തോളം ജനങ്ങളും മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അത്രത്തോളം ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനം തെല്ലും ചെറുതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള നേതാക്കന്മാർ കുറച്ചുകൂടി തങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതില്ലേ, പ്രത്യേകിച്ച് എം എം മണിയെ പോലെയുള്ള സഖാക്കന്മാർ? അല്ല, അതിപ്പോ MM മണി മാത്രമല്ല, മറ്റു പലരെ സംബന്ധിച്ചും ഇന്നലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ ആ രീതിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ അറിയുന്നത്. കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടെയും ജാഗ്രതയോടെയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ജാഗ്രത കാട്ടണം എന്നുള്ളൊരു നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊന്നും ഒരു പാർട്ടി നിലപാടല്ല. ഇത്തരം പദപ്രയോഗങ്ങളോട് പാർട്ടി ഒരു നിലയ്ക്കും യോജിക്കുന്നില്ല. നോക്കൂ, സജി ചെറിയാനെ പോലെയുള്ള ഏറ്റവും ഒരു മതനിരപേക്ഷവാദിയായ കേരളത്തിലെ പ്രമുഖനായ ഒരു സാംസ്കാരിക മന്ത്രിയിൽ നിന്നും ഒരു സാഹചര്യത്തിൽ വന്നുപോയിട്ടുള്ള, സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ വളച്ചൊടുക്കുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള ഒരു വാക്കുകൾ ഉണ്ടായിട്ട് പോലും പാർട്ടി നിർദ്ദേശപ്രകാരം അതിനോട് ഖേദപ്രകടനം നടത്തിയ ഒരു മന്ത്രിയാണ് കേരളത്തിലുള്ള. ഖേദപ്രകടനം നടത്തിച്ച ഒരു പാർട്ടിയാണ് CPM. അപ്പൊ തിരുത്തേണ്ടത് തിരുത്താനുള്ള കെൽപ്പുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ MM മണിയിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ ഇത്തരത്തിലുള്ള ഗ്രാമീണ ഭാഷകൾ ഉണ്ടായാൽ അത് തിരുത്തേണ്ടതാണെങ്കിൽ പാർട്ടി തിരുത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു വർഗീയ പ്രസ്താവന, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഇതുവരെ പാർട്ടിയിൽ നിന്നും യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ പറയുന്ന പ്രസ്താവനകളെല്ലാം ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നല്ലതാക്കി തീർക്കുന്ന സംസ്ഥാന സർക്കാരിലെ പല നേതാക്കന്മാരും ഇപ്പോൾ സജി ചെറിയാൻ പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, സജി ചെറിയാൻ പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ഏതർത്ഥത്തിൽ താങ്കളടക്കമുള്ളവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് കാസർഗോഡിന്റെ ചില പ്രദേശങ്ങളാണ്. കാസർഗോഡിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്നവർക്കറിയാം, നമ്മുടെ കേരളത്തിന് അപമാനകരമായ നിലയിൽ ആ ജില്ലയുടെ ചില പ്രദേശങ്ങൾ പൂർണ്ണമായി വർഗീയ മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിഭാഗത്തിന് എവിടെയാണോ ഭൂരിപക്ഷം ഉള്ളത് അവിടെ ആ സ്ഥാനാർത്ഥികൾ മാത്രം, അതും വർഗീയ പ്രസ്ഥാനം, CPM ഓ കോൺഗ്രസോ അല്ല, വർഗീയ അടിസ്ഥാനത്തിൽ സംഘടിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അവിടെ വിജയിച്ചു വരുന്നു. അതിനുള്ള ഒരു ആശങ്ക അദ്ദേഹം പ്രകടിപ്പിച്ചത്. താങ്കൾ ഒന്ന് ഓർക്കണം, ഇത് കാണുന്നവരൊന്നും ഓർക്കണം. ഒരു കാലഘട്ടത്തിലെ ഭാഷാ സംസ്കാരത്തിന്റെ സംഗമ ഭൂമിയാണ് ഈ ബഹുഭാഷാ സംഗമ ഭൂമിയാണ് ഈ കാസർഗോഡ് എന്ന് പറയുന്നത്. കർഷക തൊഴിലാളി സമരങ്ങൾക്കും സ്വാതന്ത്ര്യ സമരത്തിനും ഒക്കെ വലിയ പോരാട്ടം നടത്തിയ മണ്ണാണ്. ആ മണ്ണിൽ ഒരു അന്തിക്ക് 2 ബൈക്കുകൾ തമ്മിൽ ഉരസിയാൽ ഏറ്റവും വലിയ വർഗീയ ലഹളയുടെ സ്പാർക്ക് ഉണ്ടാവുന്ന, ആ ആളിപ്പടരുന്ന അഗ്നിയായി മാറുന്ന ഒരു പ്രദേശം ഇന്ന് കേരളത്തിലുള്ളത് കാസർഗോട്ടാണ്. അവിടെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരു അപകടകരമാണ് സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടിയത്. പക്ഷെ പല രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനിക്കപ്പെട്ടു കഴിഞ്ഞു.
അതിന് തെറ്റിദ്ധാരണാജനകമായിട്ടുണ്ടായപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടവരോടാണ് അദ്ദേഹം ഖേദപ്രകടനം നടത്തിയത്. അപ്പോൾ കാസർഗോഡ് ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യമായിരുന്നു മലപ്പുറം ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള രീതിയിൽ. പക്ഷെ അതിന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞതാണ് സജി ചെറിയാൻ പറഞ്ഞത് എന്ന് പല കോണുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനോടും സാർ യോജിക്കുന്നുണ്ടോ? അല്ല, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങളെന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് അതിന് ശ്രമിക്കുന്നുവെന്നാണ്. അങ്ങനെ മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും അതിന് ശ്രമിക്കുന്നു എന്ന് പറയാൻ വെള്ളാപ്പള്ളി നടേശൻ അവകാശമുണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയെ ഒരു ഈഴവ രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞോട്ടെ, അതിന്റെ ഒന്നും ഉത്തരവാദിത്തം എടുത്ത മുസ്ലിങ്ങൾ ഈഴവരും ഏറ്റെടുക്കേണ്ടതില്ല. മുസ്ലിം സമുദായത്തിന്റെ പ്രമാണിമാർ പറയുന്നതും ഈഴവ സമുദായത്തിലെ പ്രമാണിമാർ പറയുന്നതും ഒന്നും ആ സമുദായത്തിന്റെ ആപ്തവാക്യങ്ങളല്ല. ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ അതിന് പ്രതികരിക്കേണ്ടതും അതിനെതിരെ പ്രതിഷേധിക്കേണ്ടതും ലീഗിന്റെ ബാധ്യതയാണ്. അല്ല, അതിനുടനെ സമുദായത്തിന്റെ വാഞ്ചയും കളറും ഒന്നും നൽകി കൊണ്ടുപോകുന്നത് കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തിനും ഭൂഷണമല്ലെന്ന ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഈ ഒരു വിഷയമായി താങ്ക് യു സോ മച്ച്.